കാശ്മീർ പിന്നെയും പഴയ കാശ്മീരായി. എന്തൊരു പ്രതീക്ഷയായിരുന്നു. 370 എടുത്തു കളഞ്ഞതിന് ശേഷം ലോകത്തെമ്പാടുന്ന് ടൂറിസ്റ്റുകൾ വരുന്നു. 2.9 മില്യൺ വിദേശ സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം കാശ്മീരിലെത്തിയെന്ന് പറയുന്നത്. വല്ലാത്ത നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണോ ഇന്നലെ കാശ്മീരിലെ ഭീകരാക്രമണം? ഒന്നുമല്ല. കാശ്മീർ പഴയ കാശ്മീരായിട്ടില്ല, ആവാനോട്ട് സമ്മതിക്കുകയില്ല. ആകെ ഇതേയുള്ളൂ, ഈ വികസനവാദികളുണ്ടല്ലോ, അവരുടെ വാദത്തിന് അടിസ്ഥാനമില്ല എന്ന് തെളിഞ്ഞു. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിദ്യാഭ്യാസമില്ല, വികസനമില്ല, അതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ. ഇതൊക്കെ അങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഗതികൾ ജോറാകും. ആ ബേസിക് പ്രൊപ്പോസിഷൻ തെറ്റാണ്. നിങ്ങൾ സ്വർഗരാജ്യം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാലും ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല. കാരണം അവരുടെ സ്വർഗരാജ്യം മരണത്തിന് ശേഷമാണ്. ടെററിസത്തിന് മതമില്ല എന്നിപ്പോൾ മനസ്സിലായില്ല. ഇന്നലത്തെ ആ ഡയലോഗ് കൊണ്ട് വളരെ വ്യക്തമായി, സുവ്യക്തമായിട്ട് ആ സ്ത്രീ പറയുന്നു, ഇവൻ മുസ്ലിമല്ല, ഇവനെ തട്ടിയേ, എന്നെ കൂടെ കൊല്ല്, മോദിയോട് പോയി പറ. സംഭവം ഇത്രയും വ്യക്തമായിട്ട് പിന്നെയും വാചകമടിക്കും ആൾക്കാർ. ടെററിസത്തിന് മതമില്ല, ഭീകരവാദത്തിന് മതമില്ല. എന്തൊരു ഫൂളിഷ്നെസ്സാണ്. ദ ബേസിക് പ്രോബ്ലം, ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ മനുഷ്യനും, ഹിന്ദുവോ മുസ്ലിമോ ആയിക്കോട്ടെ, അവൻ കണ്ണടച്ചിട്ട് ഇതിൻ്റെ മൂലകാരണം എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മുന്നിൽ വരും റാഡിക്കൽ ഇസ്ലാം. പക്ഷെ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഇതുപോലത്തെ റാഡിക്കൽ ഇസ്ലാം ഡീറാഡിക്കലൈസേഷൻ വ്യാപകമായിട്ട് നടത്തുന്നത്? അവർ മുസ്ലിങ്ങളല്ലേ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലേ? ബട്ട് ഈ തെമ്മാടിത്തരം, ഇത് 4 ലൈൻ അവിടെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകുന്ന ഈ പ്രാന്ത്, അത് വർദ്ധിച്ച് വരുന്നേ ഉള്ളൂ. ലോകത്ത് മറ്റൊരു മതവും ടെററിസവുമായിട്ട് ബന്ധപ്പെടുത്തി കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ ടെറർ എന്ന് പറഞ്ഞൊരു ടെററുണ്ട്. ഇത്രയെല്ലാം അടിയും വഴക്കും ബഹളവും ബോംബും എല്ലാം നടന്നിട്ട് ജൂയിഷ് ടെറർ എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട്. ബിക്കോസ് അവരെല്ലാം കൺഫ്രണ്ട് ചെയ്യുകയാണ്, ഇസ്ലാമിക് ടെററിനെ കൺഫ്രണ്ട് ചെയ്യുകയാണ്. ബാക്കിയുള്ളവരൊന്നും നിഷ്കളങ്കരെ പോയി കൊന്നിട്ട് കണക്ക് തീർക്കാറില്ല. പക്ഷേ ഇവരിത് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലെ പാലസ്തീൻവാദികൾക്ക് എന്ത് പറ്റി? അവരിന്ന് വലിയൊരു പൊതുയോഗം, വലിയൊരു ഐക്യദാർഢ്യം കാശ്മീരിനോട് അല്ലെങ്കിൽ ഹിന്ദുക്കളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഒരു റാലി നടത്തുമ്പോൾ കോഴിക്കോട് ഇല്ല. ഇപ്പോൾ നമുക്ക് ഈ 2 മാസമാണ് നമ്മുടെ അമർനാഥ് യാത്രയ്ക്കുള്ളത്. അമർനാഥ് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ മിനിഞ്ഞാന്ന് ഓപ്പൺ ചെയ്തു. അമർനാഥ് യാത്ര പോകുന്നത് പഹൽഗാം വഴിക്കാണ്. വേറൊരു വഴിയുണ്ട്, പഹൽഗാം മെയിനൊരു റൂട്ടാണ്. അമർനാഥ് യാത്രയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അമർനാഥ് യാത്ര പ്രശ്നമില്ലാതെ പോകുന്നു. മാത്രമല്ല, പാകിസ്ഥാനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എത്ര കാലമായി സുനിൽ പറഞ്ഞു? ഒരുപാട് കാലം നമുക്ക് ഓർമ്മയില്ല. നമ്മളുടെ പിക്ചറിൽ നിന്ന് പാകിസ്ഥാൻ പോയി. നമ്മുടെയൊക്കെ പിക്ചറിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പിക്ചറിൽ നിന്ന് തന്നെ പോവുക എന്നുള്ള. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, അവന്മാരെങ്ങനെയോ തൂങ്ങട്ടെ. അല്ല, ബലൂചിസ്ഥാൻ അവരെ കയറി അടിക്കുകയോ മരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവർക്ക് അവരുടെ കാര്യം. ഇടയ്ക്ക് ഞാനുമൊക്കെ പറഞ്ഞു പാകിസ്ഥാൻ 4 എന്നൊക്കെ, ബലൂചിസ്ഥാൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പാകിസ്ഥാനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഏർപ്പാട് നമ്മൾ നിർത്തി. ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ട്രംപ് താരിഫ് അടിച്ചു, ഇത്ര %, ഇതിപ്പോൾ ചെറിയ രാജ്യങ്ങളായ ഫിൻലൻഡ്, പോളണ്ട്, ഇവർക്കൊക്കെ എത്ര ശതമാനം അടിച്ചു എന്നൊക്കെ വാർത്ത വന്നു. പാകിസ്ഥാൻ എത്ര ശതമാനം താരിഫ് അടിച്ചു എന്ന് വാർത്ത വന്നു. ഈവൻ ബംഗ്ലാദേശിൻ്റെ വന്നു. ബംഗ്ലാദേശിൻ്റെ ടെക്സ്റ്റൈൽ മേഖല ഇപ്പോൾ ഒടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. പാകിസ്ഥാനെ പറ്റി ഒരു വാർത്തയില്ല. പാകിസ്ഥാൻ ചിത്രത്തിലില്ല, ലോകചിത്രത്തിലില്ല. മറ്റേത് ആഴ്ചയിലൊരിക്കൽ യുണൈറ്റഡ് നേഷൻസിൽ നമുക്കെതിരെ പ്രമേയം കൊണ്ടുവരുന്നതാണ്. ഇതിപ്പോൾ പ്രമേയം കൊണ്ടുവരുന്ന ആൾക്കാർ പോയി, ഇതെന്താടാ ഇത്, എന്ത് വട്ടാ നിനക്ക്? കാശ്മീർ അതൊക്കെ കഴിഞ്ഞില്ലേ, നിൻ്റെ ആ 370 എടുത്ത് കഴിഞ്ഞപ്പോൾ നിൻ്റെ പരിപാടി കഴിഞ്ഞില്ല, പോടാ, ഇങ്ങനെ പറയാൻ തുടങ്ങി. ആളില്ല സപ്പോർട്ട് ചെയ്യാൻ.
അങ്ങനെ അപ്രസക്തമായി പോയി പാകിസ്ഥാൻ. അവർ വെറുതെ ഇരിക്കുമോ? അവർക്കാകെ അവരുടെ പ്രസക്തി തെളിയിക്കാൻ അവരുടെ രാജ്യത്തിൻ്റെ തന്നെ അടിസ്ഥാനം എന്താ? ഭാരതത്തോടുള്ള വെറുപ്പാണ്, അഥവാ ഹിന്ദുക്കളോടുള്ള വെറുപ്പാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അവരുടെ മിലിറ്ററി ചീഫ് പറഞ്ഞത്, നമുക്ക് ഈ യുദ്ധം തുടരേണ്ടി വരും. ആരുമായിട്ട്? ഹിന്ദുക്കളുമായിട്ട്. ഇതേ വാക്ക് 1946 ഡയറക്റ്റ് ആക്ഷൻ്റെ സമയത്ത് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴത്തെ മിലിറ്ററി ചീഫ് ആവർത്തിക്കുന്നത്. അവരവരുടെ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടില്ല. അൺലെസ് ദേ കിൽ എവരി നോൺ മുസ്ലിം ഇൻ ദ വേൾഡ്, അവർക്ക് വിശ്രമമില്ല. പക്ഷെ ഇതിലൊരു പ്രശ്നം, ടി ജി ആദ്യം പറഞ്ഞ പോലെ വികസനവാദികൾക്കുണ്ടായ പരാജയമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിനേക്കാളും അല്ല, വാദത്തിന് അടിസ്ഥാനമില്ലെന്ന് അല്ല. ഞാൻ പറഞ്ഞു. കാശ്മീരിലെ ആൾ പുറത്തുനിന്ന് വന്ന ഭീകരന്മാരല്ലേ? പാകിസ്ഥാൻ പരിശീലനം ഇത് അവിടുത്തെ ആളുണ്ട്, അവിടുത്തെ ആളുകളുണ്ട്, അവരുടെ ലോക്കൽ സപ്പോർട്ടുണ്ട്, ലോക്കൽ സപ്പോർട്ടുണ്ട്. പക്ഷെ പഴയ പോലെ പട്ടാളത്തെ കല്ലെറിയാനോ ഒന്നിനും ആളുകൾ വരുന്നില്ല. പേടിച്ചിട്ട്, പഴയ സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോൾ. പേടിച്ചിട്ടാണ് ചെയ്യാത്തത്. 6 മാസം മുമ്പാണ് പെഹൽഗാമിൽ നിന്നൊരു 60 കിലോമീറ്റർ ദൂരെ ചെറിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം എത്രയായി? 6 7 ആയി. ഈ 7 മാസം ഈ തണുപ്പത്ത് ഇവർ കാട്ടിൽ താമസിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇവർ നാട്ടിലാണ് താമസിച്ചത്, വീടുകളിലാണ് താമസിച്ചത്. അത് ഭീഷണിപ്പെടുത്തി താമസിപ്പിച്ചതാകാം. ഭീഷണിപ്പെടുത്തി താമസിപ്പിക്കുന്നതിന് സാധ്യത കുറവാണ്. കാരണം തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ സെക്യൂരിറ്റി ഫോഴ്സിനെ അറിയിക്കും, ചേട്ടാ ഞാനിങ്ങനെ പേടിച്ച് കുറച്ച് നിൽക്കുക, മിനിഞ്ഞാന്ന് മുതൽ അവന്മാരെൻ്റെ വീട്ടിൽ കയറി താമസിക്കുന്നു, കൂടാതെയെങ്കിൽ. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ പൈസ കൊടുക്കുക, ഒരു പ്രലോഭനമാണ്. അതിലേറ്റവും വലുതാണ് മൂന്നാമത് റാഡിക്കലൈസേഷൻ. ഇതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നാട്ടുകാരുടെ ഇടയിലുണ്ട്. ആ വിശ്വാസം പോകുന്നില്ല. 14 വയസ്സുള്ള ഒരു ചെറുക്കനെ പോലീസ് പട്ടാളം പിടിക്കുന്നു. അവൻ പറയുന്നു, എന്നെ കൊല്ലേ, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാനെങ്ങനെ ഇവിടെ വന്നു? ഇതേതാ സ്ഥലം? ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, എടാ ഇത് ഹിന്ദുസ്ഥാനാണ് മുന്നേ. ഞാൻ ചെച്നിയിൽ പോകാനായിട്ടാണ് പുറപ്പെട്ടത്, ഞാനെങ്ങനെ ഇവിടെ വന്നു? ഏതായാലും എന്നെ കൊല്ലേ, എനിക്ക് സ്വർഗരാജ്യത്ത് പോകണം. ഈ ജീവിതം എന്ന് പറയുന്നത് കൊന്നും കൊല്ലിച്ചും ചത്തും എങ്ങനെയും അപ്പുറത്തേക്ക് കടക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുഖമായി, മദ്യപ്പുഴയായി, ഹൂറിയായി, സനാതനമായ സന്തോഷം, ആഘോഷം. ഇത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഭൂമി പരന്നതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നടന്ന് ഭൂമിയുടെ അറ്റത്ത് ചെല്ലുമ്പോൾ താഴെ വീണ് പോകില്ലേ? ഒന്നുമില്ല. അതിനാണ് പർവ്വതങ്ങളൊക്കെ ഉള്ളത്. 4 വശത്തും പർവ്വതം. അങ്ങനെ വിശ്വസിക്കുന്നു. എന്തു ചെയ്യും? ഈ നമ്മളിപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടല്ലോ, പുരാണത്തെ പുരാണമായിട്ട് കാണും. ഇപ്പോൾ അവരുടെ മറ്റേ സാത്താൻ ഉയർന്നു വരിക, അതിൻ്റെ നമ്പർ 666, അത് ഇത് ആകാശത്തെ പിടിച്ച് കുലുക്കി, ഒരു ബെഡ്ഷീറ്റ് കുടയുന്ന പോലെ ആകാശം കുടഞ്ഞിട്ട് നക്ഷത്രങ്ങൾ തെറിച്ചു. ഇങ്ങനെ ഭയങ്കരമായ അതിഭാവുകത്വം ഒക്കെ ഉണ്ട് ബൈബിളിലും ഒക്കെ. ബട്ട് അത് അതിഭാവുകത്വമാണെന്നും ബൈബിൾ തയ്യാറാക്കിയവരുടെ മനോവ്യാപാരങ്ങളാണെന്നും ഒക്കെ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് തിരിച്ചറിയാം. ബട്ട് വായിക്കാൻ വളരെ സുഖമാണ്, സങ്കല്പിക്കാൻ വലിയ ഉദ്വേഗജനകമായ കഥകളാണ്. പുരാണങ്ങളിലൊക്കെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കഥയെ കഥയായിട്ടും പുരാണത്തെ പുരാണമായിട്ടും ശാസ്ത്രത്തെ ശാസ്ത്രമായിട്ടും ഒക്കെ വിവേചിച്ച് കാണുന്നത് മനുഷ്യൻ ഇപ്പോൾ തുടങ്ങിയല്ല, നേരത്തെ. ഇത് എഴുതുന്ന കാലത്തുണ്ടല്ലോ, ഈ എഴുതുന്നവർക്ക് തന്നെ അറിയാം ഇത് പുരാണമാണെന്നും അതിഭാഗത്വമാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം, അതിശയോക്തിയാണെന്നറിയാം. ബട്ട് ഒരു സെക്ഷൻ അത് മനസ്സിലാവുന്നില്ല. അവരുടെ ഗ്രന്ഥം അത് എറ്റേണൽ ഗ്രന്ഥം, അതിനകത്തെ ഒരു വരി അവർ മാറ്റാൻ തരില്ല. കേരളത്തിലെ മദ്രസകളിൽ പല സിലബസാണ്. ചില വിഭാഗങ്ങളിലെ മദ്രസകളിൽ ഈ ഡേഞ്ചറസ് സെൻറ്റൻസസ് പഠിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു മറ്റ് മദ്രസക്കാരും ഇവരും തമ്മിൽ വഴക്കാണ്. നേരത്തേക്ക് ഈ വഴക്ക് പരസ്യമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ടാവും. യൂട്യൂബൊക്കെ ഒന്ന് തപ്പി നോക്കിയാൽ മതി, ഈ വഴക്ക് നടക്കുന്നുണ്ട് അവരുടെ. കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന പല മാത്സുകളുണ്ട് ഇവരുടെ പല വിഭാഗങ്ങളിൽ. നേരത്തെ അത് കൊച്ചിയിൽ കിട്ടുമായിരുന്നു, ഇപ്പോൾ അത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഞാനത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവരുടെ ഈ പ്രശ്നം. അവരുടെ സങ്കടങ്ങളുണ്ടല്ലോ, സ്ത്രീകളുടെ എത്ര ഭാഗം മറയ്ക്കണം,
വലിയ ഡിബേറ്റാണ്, വലിയ പ്രശ്നമാണ്. അത് വന്ന് വന്ന് അശ്ലീലമാകുന്നു. കാരണം ഈ ലിബറൽസ് ആർഗ്യൂ ചെയ്യുന്നു, ഈ ശരീരത്തിന് ഓപ്പണിംഗ് ഉള്ള സ്ഥലം മാത്രം മറയ്ക്കുക, അതാണ് ഖുറാനിലെ വാചകത്തിൻ്റെ അടിസ്ഥാനം. അതിന് മറുപടി അടുത്ത ആഴ്ച അടുത്ത വീക്കിലിയിൽ വന്നത് എന്താണെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ മൂക്കിൻ്റെ അവിടെ ഒരു തുണിയും താഴെ 2 കോർക്കും മതിയല്ലോ, 2 കോർക്കിട്ടങ്ങ് അടച്ചാൽ പോരെ, എന്നിട്ട് നടന്നു. ഈ രീതിയിൽ അപഹാസ്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. ദർ ഈസ് സീരിയസ് ഡിവിഷൻ അമങ്സ് ദം. ഞാനതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇളവ് അവർക്ക് കൊടുക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒരുപാട് റിഫോമിസ്റ്റുകളുണ്ട്. ചെകന്നൂർ മുതൽ അസ്വർണമെന്തം തീർത്ത് കളഞ്ഞു, അവർ ട്രേസ് ഇല്ലാതെ തീർത്ത് കളഞ്ഞു. ശവശരീരം കിട്ടിയിട്ടില്ല, ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഒരു ചെരുപ്പ് എവിടെ നോക്കിയിട്ടിട്ടുണ്ട്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ദിസ് ഈസ് ദ സിറ്റുവേഷൻ ആൻഡ് ദിസ് കണ്ടിന്യൂസ് ടു ബി ദ സിറ്റുവേഷൻ. മോർ ആൻഡ് മോർ ആൾക്കാർ റാഡിക്കലൈസ് ആയിട്ട് വരുന്നു. ഭാരതത്തിൽ ഇതിനുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഒന്ന്, അമർനാഥ് യാത്രയുടെ രജിസ്ട്രേഷൻ്റെ ഓപ്പണിംഗ്. നമ്പർ 2, നമ്മളിവിടെ സൃഷ്ടിച്ചു കൊടുത്ത അന്തരീക്ഷം. ഇസ്ലാം അപകടത്തിൽ, വഖഫ് വന്നിട്ട് നമ്മുടെ പള്ളിയും ശവക്കല്ലറയും അതും ഇതുമൊക്കെ തോണ്ടിക്കൊണ്ട് നരേന്ദ്രമോദി പോകൂടാന്ന് പറഞ്ഞ് നെഞ്ചത്തടിയും നിലവിളിയും വലിയ ബഹളം. LDF, UDF, മുസ്ലിം ലീഗ്, SDP, ആ വരെ ഇവർക്കും സകലവരും. അതിൻ്റെ പേരിൽ ബംഗാളിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു, പെറുക്കിയെടുത്ത് കൊല്ലുന്നു, ഹിന്ദുക്കളെ ഓടിക്കുന്നു. എന്തിന്? വഖഫ് അമെൻമെൻറ്റ് ആക്ട് സർക്കാർ കൊണ്ടുവന്നു, അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നു. ഇതെന്താണ് കുന്തം നിറഞ്ഞുകൂടാത്ത പാവത്തെ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, കൊന്നുകളയുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഇത് പാകിസ്ഥാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നല്ലൊരു പ്രോ മുസ്ലിം അന്തരീക്ഷം ഇപ്പോൾ ഉണ്ട് ഇന്ത്യയിൽ. സോ മോസ്റ്റ് വളറബിളായിട്ടുള്ളൊരു സ്ഥലത്ത് അടിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഇതിൻ്റെ വ്യത്യാസം സുനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 99 ഭീകരപ്രവർത്തനം അവർ പരാജയപ്പെടും. സെക്യൂരിറ്റി ഫോഴ്സസ് തടയും, 1-2 വെടിവെപ്പിൽ അവസാനിക്കും. ഒരെണ്ണം അവർ ജയിച്ചാൽ അവരുടെ വിജയമായിട്ട് ലോകമെന്നും അറിയപ്പെടും. അതേസമയം 99 തടഞ്ഞ സെക്യൂരിറ്റി ഫോഴ്സസ് ഒരു സ്ഥലത്ത് അവർക്ക് ലാപ്സ് സംഭവിച്ചാൽ നമ്മളടക്കം അവരെ കുറ്റം പറയും. എന്തിന് കൊള്ളാം, പട്ടാളമാണെന്നും പറഞ്ഞ് തൊപ്പിയും വെച്ച് തോക്കുമ്പോൾ എന്തിനാ ചേട്ടായി നടത്തുകയാണ്, വല്ല കാര്യം നമ്മൾ പരിഹസിക്കും. ഒരേ ഒരു സ്ലിപ്പിൻ്റെ പുറത്ത് ഈ 99 അവൻ പിടിച്ചു നിർത്തിയിരുന്നു. 99 മോഷണം തടഞ്ഞ പോലീസുകാരൻ അവസാനത്തൊരു മോഷണം തടയുന്നതിൽ പരാജയപ്പെട്ടാൽ അവൻ്റെ തൊപ്പി നമ്മളെ അഴിപ്പിക്കും, അവനെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയും, അവൻ കാശിന് കൊള്ളില്ല എന്ന് പറയും. അവനാണ് ഈ 99 തടഞ്ഞത്. ബട്ട് നമ്മൾ ആ നന്ദി കാണിക്കുക, കൗണ്ട് ചെയ്യത്തില്ല. ഇതാണ് സെക്യൂരിറ്റി ഫോഴ്സും ടെററിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അവന് ഒരു വിജയം മതി 100% ആകാൻ, ഇയാൾക്ക് ഒരു പരാജയം മതി 0% പോകാൻ. പാവം. ഈ ഇക്വേഷൻ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ആദ്യത്തെ ചോദ്യം എന്തെടുക്കുകയായിരുന്നു പട്ടാളക്കാർ, നമ്മുടെ ഇൻ്റലിജൻസ് എന്തെടുക്കുകയായിരുന്നു? അവരാണ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത്, ഒരേ ഒരു സ്ഥലത്ത് അത് ക്രിട്ടിക്കലായിപ്പോയി. നിരപരാധികളെ ഇവന് ഇറങ്ങി വന്നിട്ട് AK-47 അവരുടെ കൈവരിക്കുന്നു. അതിൻ്റെ സ്പീഡ് ഒരു 3 ആഴ്ച മതി സുനിൽ AK-47 കൈകാര്യം ചെയ്യാൻ ട്രെയിനിങ്ങിന്. കുറേ അധികം ബുള്ളറ്റുകൾ വേസ്റ്റായി പോകും. പൊക്കോട്ടെ, അവർക്ക് പ്രശ്നമില്ല. കാരണം അതിന് മാത്രം ഫയറിങ് ആണ് അതിൻ്റെ. എന്ന് പറഞ്ഞു ഒരു സെക്കൻഡിൽ എത്ര ബുള്ളറ്റ് പുറത്ത് വരുമെന്ന് അറിയാം AK-47. ഒരു 3 വീക്സ് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമല്ല, ഇത് നമ്മൾ ഇൻഡിസ്ക്രിമിനേറ്റ് ഫയറിങ് ആണല്ലോ. ചുമ്മാ എങ്ങോട്ടെങ്കിലുമൊക്കെ ഫയർ ചെയ്യുക. കാരണം ആൾ ഒരുപാടുണ്ട്, ആരെങ്കിലുമൊക്കെ മരിക്കും. അങ്ങനെയാണ് ഭർത്താവ് മരിച്ചു, ഭാര്യ ബാക്കിയായി, ഭർത്താവും ഭാര്യയും മരിച്ചു, കുട്ടി ബാക്കിയായി, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ആ പാവങ്ങൾ അവിടെ ചെന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. ആരും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ കയ്യിൽ ഒരു ആയുധവുമില്ല, ഒരു കറിക്കത്തി പോലും ഇല്ല. മാത്രമല്ല തങ്ങൾ ആക്രമിക്കപ്പെടും എന്നുള്ള ഒരു കരുതലോ ആശങ്കയോ ഒന്നും തന്നെ അവരുടെ മനസ്സിലില്ല. അവരിങ്ങനെ ഐസ്ക്രീം, മറ്റേ ഭേൽപൂരി, അത് സീസണാണല്ലോ, ആഘോഷമായിട്ട് പോയി. കഴിഞ്ഞ മാസമാണ് എൻ്റെ ഭാര്യ ഇതേ സ്ഥലത്ത് പോയിട്ട് വന്നത്. ഷീ ലൊക്കേറ്റ് എന്നെ കാണിച്ചു തന്നു ഫോട്ടോ. പോയപ്പോൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോ. ഇതേ സ്പോട്ടുകളിലൊക്കെ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നു. ഒരു ഗ്രൂപ്പായിട്ട് അവർ പോയിരുന്നു. ഈ മാസമാണ് പോയിരുന്നെങ്കിൽ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാരണം അത്രയ്ക്ക് നോർമലൈസ് ആയിരുന്നു കാശ്മീർ. ഇപ്പോഴും നോർമലാണ് കാശ്മീർ. ഈ സംഭവം വല്ലാത്തൊരു ഭയമുണ്ട്.
ഈ സംഭവം ഒരു ഷോക്ക് ഉണ്ടാക്കി. ബട്ട് ഈ ഷോക്ക് നമ്മൾ താമസിയാതെ മറികടക്കും. മനുഷ്യൻ്റെ സ്വഭാവം, പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ സ്വഭാവം, ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ്. ശബരിമലയിൽ പുല്ലുമേട് ദുരന്തത്തിൽ 112 പേര് മരിച്ചു. അടുത്ത സീസണിൽ എന്തായാലും പോയില്ലേ? അതേ പുല്ലുമേട്ടിൽ പോയി, അവിടെ തന്നെ ആൾക്കൂട്ടം ഉണ്ടാക്കി. പോലീസുകാർ അത്തവണ കരുതി കൂട്ടി നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് ചവിട്ടുമുത്തും ഉണ്ടായില്ല, ആൾ മരിച്ചില്ല. സോ വി ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്, നോട്ട് ദാറ്റ് വി ഗോ ഓൺ ക്രൈങ്, ഓ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടില്ല. ടെമ്പററി അതൊക്കെ പറയും. ഈ ശ്മശാന വൈരാഗ്യം എന്ന് പറയുമല്ല, ശ്മശാനത്തിന് നിൽക്കുമ്പോൾ നമ്മളല്ല, ഞാനും സുനിലും തമ്മിൽ പറയും, ഇത്രയേ ഉള്ളൂ ചേട്ടാ ജീവിതം, ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തത്വചിന്ത പറയും. ശ്മശാനത്തിൽ നിന്ന് പുറത്തിറങ്ങി സുനിൽ സ്കൂട്ടർ എടുത്ത് പോകും, ഞാൻ വേറെ വഴിക്ക് പോകും, ജീവിതം പഴയ നിലയിലാവും. അതുപോലെ കാശ്മീരും പഴയ നിലയിലാവും. ആകെ എനിക്കിതേ ഉള്ളൂ, ഈ അനാവശ്യമായ ഉപദേശം പ്രധാനമന്ത്രിക്ക് കൊടുക്കുക, ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ സീനൊക്കെ അവർ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരിൽ എലക്ഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ എലക്ഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, സീൻ എ, സീൻ ബി, എലക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, ആരധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും, സീൻ എ, സീൻ ബി, സീൻ, ഇതെല്ലാം പട്ടാളക്കാർക്കൊക്കെ ഇതാണ്. ഞാൻ പട്ടാളക്കാർക്ക് ഈ ഫസ്റ്റ് നമ്മളുടെ ടോപ്പിൽ ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ മിക്കവാറും ഓഹോ എന്നൊരു ഒരു ചെറിയ ശബ്ദം, പിന്നെ ആ ഇൻ്റർകോമിൽ H7 എന്ന് പറഞ്ഞിരുന്നത്, ദ ഇൻസ്ട്രക്ഷൻ ഹാസ് ബീൻ ഗോൺ. H7 അവരുടെ ഒരു കോഡാണ്, വി ഡോണ്ട് നോ വാട്ട് ഈസ്. H7 ആവാം, K8 ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അല്ലാതെ അവർ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരിക നടക്കുന്ന പോലെ നടക്കുക. എന്ത് പറ്റിയടാ അവിടെ? എൻ്റെ ചേട്ടാ ഒന്നും പറയണ്ട, എടാ നീ കാര്യം പറ, എത്ര പേര് മരിച്ചു? ഷോ ഇവിടെ വലിയ പ്രശ്നമാണ് ചേട്ടാ. ചേട്ടാ എന്താ പ്രശ്നം? ഇങ്ങനെയൊന്നും അല്ല ഈ ഫോൺ നടക്കുന്നത്. അമിത്ഷാ സൗദിയിൽ പ്രൈം മിനിസ്റ്ററെ വിളിച്ചു, ഇതേപോലെ സംസാരിക്കൊന്നുമില്ല. എൻ്റെ പൊന്നു ചേട്ടാ എനിക്കറിയാമല്ലേ എന്താ പറയേണ്ടത്, നീ വിവരം പറയടാ എന്നൊക്കെ പറഞ്ഞു. ഈ സീനല്ലാന്ന്, ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് നേരത്തെ മുതൽ തീരുമാനിച്ച് ഇന്നത് വന്നാൽ ഇന്നത് ചെയ്യും, ഇന്നത് വന്നാൽ ഇന്നത് ചെയ്യും, ത്രഷോൾഡ് പോയിന്റ് ഇന്നതാണ്, ഇത്ര പേര് മരിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും, ഇത്ര പേരാണെങ്കിൽ അടിക്കില്ല, അതിന് ഇന്ന ഫോളോ അപ്പ് ഉണ്ടാകുന്നതല്ല. മിന്നൽ പോലെയാണ് ഇന്നലെ പുട്ടിൻ്റെ പ്രസ്താവന വന്നത്. ഐ വാസ് സർപ്രൈസ്ഡ്. ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ വന്നത് പുട്ടിൻ്റെ സൈഡിലാണ്. വി സ്റ്റാൻഡ് ബൈ ഇന്ത്യ, എന്ത് വേണമെന്ന് പറയാം. ദാറ്റ് ഈസ് ദ ഇൻ്റർനാഷണൽ റിയാക്ഷൻസ്. JD വാൻസ് ഇവിടെയാണ്, രാജസ്ഥാനിലായിരുന്നു, ഇന്നിപ്പോൾ ആഗ്രഹ പോയിട്ടുണ്ട്. അല്ലെ, JD വാൻസ് മസ്റ്റ് കണ്ടിന്യൂ ആസ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. കാരണം നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിലും വലിയ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിരിക്കുന്നത്. 166 പേരെയാണ് മുംബൈയിൽ കൊന്നുകളഞ്ഞത്. നമ്മൾ ഇന്നലെ ഈ നാക്കിൽ ഗുളികൻ നിൽക്കുന്നത്, നമ്മൾ ഇന്നലെ നെതന്യാഹുവിൻ്റെ കാര്യം പറഞ്ഞു. ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നെതന്യാഹു അനുകരണീയനാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഞാൻ നെതന്യാഹുവിനോട്, വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് നെതന്യാഹു വാസ് ദ ഹെൽം ഓഫ് അഫയേഴ്സ്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ കാശ്മീരിനെ കുറിച്ച് ആശങ്കകൾ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മരിച്ചുപോയവർക്ക് തീർച്ചയായിട്ടും എനിക്ക് വലിയ സങ്കടമുണ്ട്. അതിലൊരു മലയാളിയുമുണ്ട്. കൊച്ചിയിൽ നിന്ന് നേവൽ ബേസിൽ സാധാരണ ടെററിസ്റ്റ് അറ്റാക്കിലെല്ലാം ടെററും കേരളവുമായിട്ടാണ് ഒരു ബന്ധം ഉണ്ടാകുന്നത്. ആദ്യമായിട്ടാണ് വിക്ടിമും കേരളവുമായിട്ട് ഒരു ബന്ധം വരുന്നത്. മറ്റേതൊരു കേരള ബന്ധമല്ലേ വന്നോളും കേട്ടോ, വരാതൊന്നും ഇരിക്കില്ല. അതെ, ഉറപ്പായിട്ട് വരും. ഒരു കേരള കണക്ഷൻ ഇല്ലാതെ ഇന്ത്യയിൽ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയും നടക്കുന്നില്ല. ഒന്നുകിൽ ഫൈനാൻസ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, വണ്ടി വള്ളം ഏർപ്പാട്, അവർക്ക് താമസം, ഇതിലെന്തെങ്കിലും ഒരെണ്ണത്തിൽ കേരളത്തിൻ്റെ ഒരാളുണ്ടാകും. ഇത്തവണ ഗ്ലെയറിംഗ് ആയിട്ട് വന്നത് വിക്ടിമിൻ്റെ പേരാണ്. പാവം നല്ല മനുഷ്യൻ, നിഷ്കളങ്കൻ പോയതാണ് ടൂറിസ്റ്റായിട്ട്. കേരളത്തിൽ നിന്ന് പോയൊരു നേവൽ ഓഫീസറുണ്ട്, സദേൺ നേവൽ കമാൻഡിലെ. 14 പേരുണ്ട്. ഇന്ത്യൻ നേവിയുടെ 14 പേരുണ്ട്. ഇപ്പം അത് വെൽ പ്ലാൻഡ് ആയിരുന്നു അറ്റാക്ക്. അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുടെ 14 ഓഫീസർമാർ, ഒരു IB ഓഫീസർ, ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. മാക്സിമം അടിക്കുമ്പോൾ അടിവയറ്റത്ത് തന്നെ അടിക്കൊള്ളണം എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതവർ അടിക്കുകയും ചെയ്തു. ബട്ട് ഇനി
തിരിച്ചടിക്ക് നമ്മുടെ ഉപദേശം ഇന്ത്യൻ പട്ടാളത്തിന് ആവശ്യമില്ല. ആവശ്യമില്ല, അവർക്കറിയാം. അവർക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.